നമസ്കാരം, മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ടാരോ എനർജിയിലൂടെ ഡിവൈനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അടുത്തത് കടന്നു വരുന്നത്, ഉടനെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഊർജ്ജം എന്താണ് എന്നുള്ളതാണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ സന്തോഷവും ആഡംബരവുമായിട്ടുള്ള ഒരു മുഹൂർത്തം കടന്നു വരുന്നു. ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലോട്ട് കടന്നു വരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള. അത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെയുള്ള ഒരു എന്താ പറയുക, പ്രണയത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉള്ള ഒരു റിലേഷൻ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, 2 ഓഫ് വാൻസ്. അപ്പം ഒരു വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, പക്ഷേ ഫിനാൻഷ്യലായിട്ടുള്ള നല്ല അബൻഡൻസ് ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങളെ സുരക്ഷിതത്വമായിട്ട് നല്ല രീതിയിൽ പക്വതയോടുകൂടി നിങ്ങളെ നോക്കണമെന്നും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് നിങ്ങളെ മുന്നോട്ട് നയിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിലൊരു ഘടനയുള്ളതും സത്യസന്ധതയും നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അവർ പക്ഷേ അത് തുറന്ന് പറഞ്ഞിട്ടില്ല, പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അതൊരു പ്രണയത്തിൽ കൂടെ നടക്കാനല്ല, ജീവിതത്തിൽ സ്ഥിരതയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു എന്താ പറയുക, ഒരു നിസ്സാരമായിട്ട് അതിനെ കാണാത്ത ഒരു വ്യക്തിയാണ്. അവരതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായും ഇത് നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും.